ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസിയായിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസിയായിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല. ഇപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ സത്യേട്ടിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേട്ടർ ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയി. ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യാമെന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ നല്ല ജോലി എടുത്തു, സിനിമ പ്രൂവ് ചെയ്തു. ഇല്ല, കേൾക്കുന്നു. മാമന്റെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം നായസാറിന്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത സീൻ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്ന് പുറത്ത് പറയാനൊന്നുമില്ല. പക്ഷെ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ട്, എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച് മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്നിന് മലയാളി പ്രേക്ഷകർ പകുതിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് വില്ലനായിട്ടാണെങ്കിൽ ശരി, പുഷ്പയിലെ കഥാപാത്രമായാലും ശരി, ഇങ്ങനെ എനിക്ക് പറ്റുമെന്ന് തെളിയിച്ചു. അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമാണ്. അതോ ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ചെയ്യും. ചർച്ചകളുണ്ട്.